ക്രാഫ്റ്റായിട്ട് ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ക്യാൻ യു ബിലീവ് ഇറ്റ്, എൻ്റെ ഫ്രണ്ട് റിൻഷി എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ജൂട്ടിൻ്റെ ഹാറ്റ്. ഓക്കെ, എന്തോ പണ്ടത്തെ പൈസയൊക്കെ ഓർമ്മ വന്നു, അങ്ങനെ ചെയ്ത് നോക്കിയാട്ടെ, ആരും പൊങ്കാലിടാൻ വരരുത്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ സത്യത്തിൽ സംഭവം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഞാൻ നന്നങ്ങനെ ചെയ്യുന്നങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് മുൻപ് അവൾ എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതന്നെ അങ്ങ് ചെയ്തേക്കാം, അവൾക്കൊരു ഹാപ്പി ആയിക്കോട്ടെ, നമുക്കൊരു വീഡിയോയും കണ്ടന്റ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജൂട്ടിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വേസ്റ്റിലുള്ള നമ്മുടെ ബോട്ടിലിൻ്റെ അടുപ്പുണ്ടല്ലോ, ബോട്ടിലിൻ്റെ അടുപ്പ്, അത് തന്നെയാണ്. അതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ എങ്ങനെയാലും കുഴപ്പമില്ല. ഫെവിക്കോളോ കുറച്ച് ടൈം എടുക്കും, ഗ്ലൂ ഗണ്ണാണ് ബെറ്റർ കേട്ടോ. ത്രെഡ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്യാപ്പ് ഇല്ലാതെ വേണം ചുറ്റിയെടുക്കാൻ. എത്രത്തോളം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അത്രയും നമ്മളെ വർക്ക് പെർഫെക്റ്റ് ആവട്ടെ. അത് ഈ വർക്ക് എന്നല്ല, ഏതൊരു വർക്കും അങ്ങനെ തന്നെയാണ്. കുറച്ച് ക്ഷമയോട് കൂടി ചെയ്തെടുത്താൽ അത്രയും പെർഫെക്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഗ്ലൂ ഗണ്ണ് തന്നെയാണ്, ഞാൻ ഓൾറെഡി ഒന്നുമൊന്ന് ഒട്ടിച്ചെന്ന് പറിച്ചെടുത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പീസ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഹാറ്റിൻ്റെ ആ താഴ്ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. കാരണം ആ അടപ്പൊന്ന് താഴേക്ക് വന്നാൽ നമ്മുടെ പേപ്പറിലായിരിക്കും. അത് നമ്മളിങ്ങനെ ചുറ്റിലിങ്ങനെ ചുറ്റി കൊടുക്കുക. പേപ്പറിലാകുമ്പോൾ നമുക്ക് ഫെവിക്കോൾ മതിയാവും കേട്ടോ. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻ പരിപാടികളാണ്. ഈ അൽക്കുലത്തെ പണിയൊക്കെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തത് പിന്നെ നമ്മൾ ഇതിൻ്റെ ചുറ്റിലുള്ള ജൂട്ടിൻ്റെ ത്രെഡാകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കും. അതൊക്കെ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടി ടിപ്പ് ടോപ്പ് ടിട്ടാക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ്. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട്?